ഇത് കണ്ടില്ലേ? സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനം നേരിട്ടതിന്റെ വേദനയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ആ കുടുംബം നിയമ നടപടിക്ക് നീങ്ങുകയാണ്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക്കാണ് അധിക്ഷേപത്തിൽ മനംനൊന്ത് ജീവനൊടുക്കിയത്. ഞായറാഴ്ച രാവിലെ ഗോവിന്ദപുരത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദീപകിന്റെ സംസ്കാരം ഇന്നലെ നടന്നു. ബസിനുള്ളിൽ വെച്ച് ദീപക് ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചു എന്നാരോപിച്ച് ഒരു യുവതി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. തെറ്റായ ആരോപണമാണ് യുവതി നടത്തിയതെന്നും ഇതോടെ ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായെന്നും ബന്ധുക്കൾ പറയുന്നു. മരിച്ച ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നു. തെറ്റായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ദീപക് പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എങ്ങോട്ടാ നമ്മളെ നാട് പോകുന്നത്? പെണ്ണൊരുമ്പെട്ടാൽ എന്നുള്ളത് കേട്ടിട്ടേ ഉള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിൽ പഴയ ആളുകൾ പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ. പെണ്ണൊരുമ്പെട്ടാൽ എന്നുള്ളത് എങ്ങോട്ടാ നമ്മളെ നാട് പോകുന്നത്? റീച്ചിന് വേണ്ടി ആർക്കും ആരെയും എന്തും ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഞാൻ ആ പെണ്ണിന്റെ മുഖമോ അല്ലെങ്കിൽ ആ ആളിന്റെ മുഖമോ ഒന്നും കാണിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ആ വീഡിയോ പല സോഷ്യൽ മീഡിയയിൽ പല രംഗങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ടാണ്. ആർക്കെങ്കിലും തോന്നിയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടതായിട്ട്? ആർക്കെങ്കിലും തോന്നി? റീച്ചിന് വേണ്ടി ആർക്കും എന്തും ചെയ്യാന്നുള്ള സിറ്റുവേഷനിൽ എത്തിപ്പോ ഞാൻ എങ്ങനെയെങ്കിലും റീച്ചായി ലെവലായി എത്തിയാലും മറ്റവൻ എന്തോ ആയിക്കോട്ടെ എന്നുള്ള ചിന്തയിലെത്തിപ്പോയി. ഇത് പറയാതെ വയ്യാന്ന് പറഞ്ഞ ഈ പറയപ്പെട്ട യുവതി എന്റെ തൊട്ട് പഞ്ചായത്തിന്റെ പുറത്തുള്ള ആളാണ്. എന്റെ തൊട്ട് പഞ്ചായത്തിന്റെ തൊട്ടുപുറത്തുള്ള ആളാണ്. എന്റെ തൊട്ട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഞാൻ മലപ്പുറംകാരനാണ്, കൊണ്ടോടിക്കാരനാണ്. ഈ പഞ്ചായത്ത് അരീക്കോട് പഞ്ചായത്തിലാണ് വരുന്നത്. ആ നാട്ടിൽപ്പെട്ട ഒരാളാണ് ഈ യുവതി. ഈ പ്രദീപ് എന്ന് പറയുന്ന ആള് എവിടുത്തുകാരനാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി അത് ചെയ്തതൊന്നും നോക്കുക. അവൾക്ക് റീച്ചിന് വേണ്ടി എന്തും ചെയ്യാം. നമ്മൾ പാവപ്പെട്ട യുവാക്കൾക്ക് ഇവിടെ നീതിയില്ല. പെണ്ണുങ്ങൾ എന്തോ പറയുന്നു അതാണ് ശരി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ യുവാവ് ആത്മഹത്യ ചെയ്തു. അവന്റെ കുടുംബത്തിന് പോയി നോക്കണം. എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? ഒന്നും അറിഞ്ഞില്ല. ഇവള് വൈറലാകാൻ വേണ്ടി വീഡിയോ എടുത്തു. എന്നാൽ ഈ പെണ്ണിന് ഇങ്ങനെ വൈറലാവണമെങ്കിൽ തൊട്ടുപുറത്ത് നമ്മളൊക്കെ ഉണ്ട്. ഇങ്ങനൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മനക്കെട്ടില്ലാത്ത ആളുകളെ വെച്ച് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനെ ആഗ്രഹം കിട്ടോ വൈറലാവണം എന്ന് പറഞ്ഞാൽ തൊട്ടുപുറത്ത് നമ്മൾ ഈ പഞ്ചായത്തിൽ നമ്മളുണ്ട്. അരീക്കോട് നിങ്ങൾ ബസ് കയറുന്നു പറയാണ്, ഞാനിതാ അരീക്കോട് ബസ് കയറുന്നു, നിങ്ങൾ കുറച്ചപ്പുറത്തുള്ള ബസ് സ്റ്റാൻഡിൽ എവിടെ നിൽക്കൂ, എന്നിട്ട് കയറും, നല്ല മരുന്നിനെ പോലെ കാണിക്കൂ, എന്നെ ഒന്ന് വൈറലാക്കി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടില്ല. ചെറുപ്പം മുതലേ പേടില്ല. പക്ഷെ ഇത് പേടില്ലാതെ പറയാൻ കാരണം എന്താ? നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ആണുങ്ങൾ ഇരകളായി മാറും. ചെയ്യാത്ത കുറ്റത്തിന് ഇരകളായി മാറും. അതുണ്ടാകരുത്. നിങ്ങൾക്ക് അങ്ങനെ വൈറലാവണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും ഒക്കെ പറയാം, എനിക്ക് ഇങ്ങനെ കണ്ടന്റ് ചെയ്യണട്ടോ, വൈറലാവണട്ടോ, എന്നൊന്ന് വൈറലാക്കി തരി, എന്നൊന്ന് സെലിബ്രിറ്റി ആക്കി തരി നിങ്ങൾ പറയാം. അപ്പൊ അതിനെ പറ്റിയ ആൾക്കാരെ അതിനനുസരിച്ച് ചെയ്തു തരും. അല്ലാതെ ഈ മനസ്സിന് മനക്കെട്ടില്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ വൈറലായി അവലെ പടച്ചോനെ വിചാരിച്ച് നിങ്ങൾ കൊലക്ക് കൊടുക്കരുത്. ഈ ട്രെൻഡ് ഇതോടുകൂടി അവസാനിക്കണം. സത്യമായിട്ടും വിഷമം കൊണ്ടാ പറയുന്നത്. നമ്മളൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞത് എനിക്ക് വൈറലായിട്ട് ഇതുകൊണ്ട് ജീവിച്ചിട്ട് വേണ്ട. പഠിച്ചവരെ സഹായിച്ചിട്ട് അൽഹംദുലില്ലാ നമുക്ക് നല്ലൊരു ജോലിയുണ്ട്. ഇതുകൊണ്ട് നമ്മളെ കുടുംബം നോക്കുന്നുണ്ട്, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഈ ട്രെൻഡ് ഇതോട് കൂടി അവസാനിക്കണം. അതുകൊണ്ട് മാത്രം പറയാം. കുറേയായി പല വിഭാഗത്തിൽ കേൾക്കുന്നു. നിങ്ങൾക്ക് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള വേറെ കുറേ പരിപാടികളുണ്ട്. അവിടെ ഇവിടെ വേറെ കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വൈറലായിക്കോളൂ. അത് ഞങ്ങൾ കേരളത്തിലെ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ദയവ് ചെയ്ത് ഇതോട് കൂടി ട്രെൻഡ് അവസാനിപ്പിച്ച് നിർത്തണമെന്ന് അപേക്ഷിക്കണം. മനസ്സറിഞ്ഞ് പറയാം. പറയാതെ വയ്യ. ഇനി കൂടുതലൊന്നുമില്ല, ഒന്നും പറയാനില്ല. ആ പാവപ്പെട്ട മരിച്ച ആ ഒരു മനുഷ്യനുണ്ടല്ലോ, അയാളുടെ കുടുംബത്തിന്റെ കൂടെ അയാളുടെ വിഷമത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ആ കുട്ടിക്കും അവരുടെ വൈഫിനും അവരുടെ ഫാമിലിക്കും ഇതൊന്ന് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് ദൈവം പ്രദാനം ചെയ്യട്ടെ. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ദൈവം അവർക്കുള്ള ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ.